ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കൃപകളുടെ കുദാശയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി കൃപകൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഈശോ നമ്മളോട് ഇപ്രകാരം പറയുന്നു: നശ്വരമായ അപ്പത്തിനോട് അധ്വാനിക്കാതെ മനുഷ്യപുത്രന് തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനോട് അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ഈശോ നമ്മളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കുന്നവയായിരിക്കണം. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ മനോഹരമായ പ്രസംഗം പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ഈശോ വളരെ മനോഹരമായി വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രസംഗിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഈ വചനം കഠിനമാണ്, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ധാരാളം വ്യക്തികൾ ശിഷ്യന്മാർ അവനെ വിട്ടുപോവുകയാണ്. പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പത്രോസ് പറയുന്നു, നിത്യജീവന വചസ്സുകൾ നിന്റെ പക്കലാണല്ലോ ഉള്ളത്. നമ്മുടെയൊക്കെ ആത്മീയ യാത്രയിൽ ചിലപ്പോഴെങ്കിലും വിശുദ്ധ കുർബാനയെ അതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കുവാനോ അതിൻ്റെ പ്രാധാന്യം ഗ്രഹിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഈശോ പല അത്ഭുതങ്ങളിൽ കൂടിയും അടയാളങ്ങളിൽ കൂടിയും വിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചിട്ടും ആ അറിവിലേക്ക് ഒന്നും വളരാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അവിശ്വാസം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച്. ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കൂടി വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന 5 വചനങ്ങൾ ഒന്ന് കേൾക്കുന്നതും ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും വളരെ നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നു, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ദാഹിക്കുകയുമില്ല. ഞാനാണ് ജീവന്റെ അപ്പം. യഥാർത്ഥമായ ജീവൻ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഈശോയുടെ അടുക്കിലേക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പോകണം. വിശുദ്ധ കുർബാനയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ആത്മീയ വിശപ്പും ദാഹവും നമ്മളിൽ നിന്നും അകറ്റപ്പെടുമെന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഈശോ വീണ്ടും പറയുകയാണ്, സ്വർഗ്ഗത്തിനിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു. ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഈശോ നൽകുന്ന അപ്പം എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയാണ്. അതിന് യാതൊരു സംശയവുമില്ല. വീണ്ടും 6-ാം അധ്യായം 53-ൽ ഈശോ ഇപ്രകാരം പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ആത്മീയ ജീവൻ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചേ പറ്റൂ. വീണ്ടും 6-ാം അധ്യായം 54-ൽ ഈശോ പറയുകയാണ്, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോഴും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നിത്യജീവൻ നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. മരണശേഷം ഈശോ നമ്മളെ അവനോട് ഒപ്പം ഉയർപ്പിക്കുമെന്ന്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഈശോ സ്നേഹപൂർവ്വം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനത്തിൽ ഈശോ വീണ്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്നും ഇത് തന്നെയാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഈശോ നമ്മോടൊപ്പം വസിക്കുന്നു. നമ്മൾ ഈശോയോടൊപ്പം വസിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതം നടക്കുന്നില്ല. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നുണ്ടെങ്കിലും ആ സാന്നിധ്യം മനസ്സിലാക്കാനോ ഈശോയുടെ കൂടെ വസിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പരിശ്രമിക്കുന്നില്ല. അതിനാൽ തന്നെയല്ലേ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉടനെ പല വിധത്തിലുള്ള പാപത്തിലേക്ക് നമ്മൾ വീണു പോകുന്നത്. എന്നാൽ എല്ലാ വിശുദ്ധരും ഓരോ വിശുദ്ധ കുർബാനയിൽ കൂടി ഈശോയിൽ വസിക്കാൻ ശ്രമിച്ചവരാണ്. ഈശോ അവരുടെ ജീവിതത്തിൽ വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ്.
നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അജ്ന ജോർജ് എന്ന പെൺകുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച അജ്ന ജോർജ് എന്ന പെൺകുട്ടി, വിശുദ്ധ കുർബാന അത്രമാത്രം സ്നേഹിച്ച പെൺകുട്ടി. 27 വർഷമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. വിശുദ്ധ കുർബാനയോട് അതിരറ്റ സ്നേഹം കാണിച്ചൊരു പെൺകുട്ടിയാണ്. അജ്ന ജോർജിനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി. ആ പുസ്തകത്തിൽ അജ്ന ജോർജിന്റെ ജീവിതത്തിൽ 3 പ്രത്യേകതകൾ ഉണ്ട് എന്ന് ആ പുസ്തകം വരച്ച് കാണിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, അവളൊരു വിശുദ്ധിയെ തീരാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി അധ്വാനിച്ചു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, സഹനങ്ങളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു. ഏത് സഹനം വന്നാലും അതിനെ പുഞ്ചിരിയോട് സ്വീകരിക്കാൻ സാധിച്ചു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടല്ലേ ജീവിതത്തിൽ കൈപ്പേറിയ സഹനങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ സന്തോഷത്തോടെ ചെറുപുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ സാധിച്ചത്. അതുപോലെ ഒരു വിശുദ്ധിയായി തീരാൻ ആഗ്രഹിച്ചും അതുകൊണ്ട് തന്നെയല്ലേ ക്രിസ്തുവിൻ്റെ കൃപയുള്ളവർക്ക് ഇതുപോലെ തന്നെ വിശുദ്ധിയിലേക്ക് വളരണമെന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടാകും. ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അജ്ന ജോർജിനെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവം എനിക്ക് കരച്ചിന് ഇടവന്നു. അത് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അത് ഇപ്രകാരമാണ്: അജ്ന ജോർജ് എന്ന പെൺകുട്ടിക്ക് 3ാമതും ക്യാൻസറിൻ്റെ ലക്ഷണം വന്നു. 3ാമതും ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്തും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കോവിഡിൻ്റെ സമയത്താണ്. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ അമ്മ അജ്ന ജോർജിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, എനിക്കിന്നൊരു പനിയാണ്, അതിനെ വിശുദ്ധ കുർബാനയ്ക്ക് പോകണ്ട, ചിലപ്പോൾ കോവിഡ് ലക്ഷണമാണെങ്കിലോ. അജ്ന ജോർജ് പറഞ്ഞു, ഇല്ല അമ്മേ, എനിക്ക് വിശുദ്ധ കുർബാന പങ്കെടുക്കണം, ഈശോയെ സ്വീകരിക്കണം. 10 മിനിറ്റ് സമയമെടുത്ത് അജ്ന ജോർജ് തന്നെ ദേവാലയത്തേക്ക് പോയി വിശുദ്ധ കുർബാന പങ്കെടുത്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും അജ്ന ജോർജ് എന്ന പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരാത്തതുകൊണ്ട് അപ്പൻ അന്വേഷിച്ചില്ലുകയാണ്. അപ്പൻ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മകളുടെ അടുക്കൽ ചെന്ന് അപ്പൻ ചോദിച്ചു, മോളെ, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നീ എന്താണ് വീട്ടിലേക്ക് വരാത്തത്? അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, അപ്പാ, എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ കൈപ്പേറിയ സഹനത്തിൽ കൂടെ കടന്നു പോയപ്പോഴും ഈശോയെ സ്വീകരിക്കുന്നതിലാണ് അവൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈ ഭൂമിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, അജ്ന ജോർജിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാൻ പല കാരണങ്ങൾ നിരത്താമായിരുന്നു. പക്ഷേ അതൊന്നും നിരത്താതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അവൾ പങ്കെടുത്തു. അപ്പോഴല്ലേ നമ്മൾ ഓരോരുത്തരും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്നു പോകുന്നത്? ഓരോ തവണയും വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ധ്യാനിക്കുക, ക്രിസ്തുവിൻ്റെ കൃപകളിൽ നിന്നാണ് അകന്നു പോകുന്നത്. നമ്മുടെ വിളക്കിനൂർ ദേവാലയത്തിൽ ഈശോ തൻ്റെ തിരുമുഖം വിശുദ്ധ കുർബാനയെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. എത്രയോ ഭാഗ്യപ്പെട്ട ജനതയാണ് നമ്മൾ ഓരോരുത്തരും. ഇത്ര അടുക്കൽ ഒരു വലിയ അത്ഭുതം നടന്നിട്ടും ചിലപ്പോഴെങ്കിലും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ബോധത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുന്നില്ല. കൃപകളുടെ കുദാശയായ വിശുദ്ധ കുർബാനയോട് തമാശ കാണിച്ച, അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധിയിൽ വളരുവാനോ ഈശോയെ സ്നേഹിക്കാനോ സാധിക്കുന്നില്ല. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. കാനാൻ ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ കൂടിയാണ് യാത്ര. അവർക്ക് വിശന്നു. അപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ മന്ന നൽകി. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, ഇസ്രായേൽ അതിന് മന്ന എന്ന് പേര് നൽകി, വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നത്. അവർക്ക് അത്രമാത്രം സന്തോഷം നൽകിയ നിമിഷമായിരുന്നു അവരത്. വെളുത്ത കളറാണ്, അതുപോലെ തന്നെ തേൻ ചേർത്ത അപ്പത്തിന്റെ സ്വാദായിരുന്നു അത്. അവരിത് ഭക്ഷിച്ചാണ് മുന്നോട്ട് യാത്ര ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. മുന്നോട്ടുള്ള യാത്രയിലും എല്ലാ ദിവസവും ദൈവം അവർക്ക് മന്ന കൊടുത്തു. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ മന്നയെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ പയ്യെ പയ്യെ ഇവർ അകന്നു പോവുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മന്നയെ വിശുദ്ധ കുർബാനയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാൻ, സംസാരിക്കാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഈ അപ്പത്തെക്കുറിച്ച്, ഈ മന്നയെക്കുറിച്ച് അവർ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്: എണ്ണയെ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റേത് പോലെയായിരുന്നു അതിൻ്റെ രുചി. എണ്ണയെ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റേത് പോലെ രുചി. അതായത് എല്ലാ ദിവസവും ഈ മന്ന ഭക്ഷിച്ചു. ഇവർക്ക്
സ്വാദ് ഇവർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മന്നയെ വിശേഷിപ്പിച്ച് തേൻ ചേർത്ത അപ്പം എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീടുള്ള യാത്രയിൽ എണ്ണയെ ചേർത്ത് തൊട്ട അപ്പത്തിൻ്റെതേ പോലെയായിരുന്നു അതിൻ്റെ സ്വാദ്. വീണ്ടും ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവരിങ്ങനെ അവരോട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ അനുഭവി കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമില്ല, വെള്ളമില്ല. എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? വിലക്കെട്ട അപ്പം ഭക്ഷിച്ച് ഞങ്ങൾ മടുത്തു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. വിലക്കെട്ട അപ്പം ഭക്ഷിച്ച് ഞങ്ങൾ മടുത്തു. എത്ര സങ്കടകരമായ കാര്യം. ദൈവം അവരുടെ ജീവിതത്തിൽ വിശപ്പകറ്റാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നാണ് ഓരോ ദിവസവും ഈ അപ്പം നൽകിയത്, ഈ മന്നയെ നൽകിയത്. പക്ഷേ ജീവിതയാത്രയെ പറയുകയാണ്, ഈ വിലക്കെട്ട അപ്പം ഭക്ഷിച്ച് ഞങ്ങൾ മടുത്തു. നമ്മളും ഇതുപോലെ തന്നെ ജീവിതയാത്രയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നവരായിരിക്കും. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞങ്ങൾ മടുത്തു. അത് ആത്മീയ തകർച്ചയാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിലക്കെട്ട അപ്പമല്ല, ഈശോയുടെ മാംസവും രക്തവുമാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ആത്മീയ ജീവിതത്തിൽ വളരാൻ വേണ്ടി, നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി ഈ അപ്പം ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. അതിനാൽ വിശുദ്ധ കുർബാനയോട് തമാശ കാണിക്കാതെ വളരെ ഒരുക്കത്തോടുകൂടി ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഒരു മഴത്തുള്ളി സമുദ്രത്തിൽ വീണ് അത് ഇല്ലാതായി തീരുന്ന പോലെ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ത്രേസ്യ ഇല്ലാതായി തീരുന്നു. ഇതേ വാചകം നമുക്കും പറയാൻ സാധിക്കണം. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും ഈശോ ആണ് എന്നിൽ വസിക്കുന്നത്. അതിനാൽ വിശുദ്ധ കുർബാനയെ കൂട്ടുപിടിച്ച് നമുക്ക് വിശുദ്ധിയിലേക്ക് വളരാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.